പത്തനംതിട്ടയിലെ അനാഥാലയവുമായി ബന്ധപ്പെട്ട പോക്സോ കേസിൽ DNA പരിശോധനയ്ക്കായി പോലീസിന്റെ നീക്കം. അമ്മയുടെയും കുഞ്ഞിന്റെയും രക്തസാമ്പിളുകൾ ശേഖരിക്കും. അന്തേവാസിയായ പെൺകുട്ടി ലൈംഗിക ചൂഷണത്തിന് ഇരയായി എന്നതാണ് കേസ്. CK അഭിലാലുണ്ട്. അഭിലാൽ, ഈ കേസിന്റെ വിശദാംശങ്ങൾ എന്താണ്? എന്തൊക്കെ നടപടികൾ ഉണ്ടാകും? പോലീസ് പോക്സോ വകുപ്പുകൾ ഉൾപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ പെൺകുട്ടിയുടെ മൊഴി പ്രകാരം തനിക്ക് 18 വയസ്സ് പൂർത്തിയായതിനു ശേഷമുള്ള ബന്ധത്തിലാണ് കുഞ്ഞ് ജനിച്ചത് എന്നുള്ളതാണ്. പക്ഷേ ഈ പരിശോധന നടത്തുകയും പിന്നീട് പ്രസവ ശുശ്രൂഷ നടത്തുകയും ചെയ്തിട്ടുള്ള ഡോക്ടറുടെ സാക്ഷ്യപത്ര പ്രകാരം പെൺകുട്ടി 18 വയസ്സ് പൂർത്തിയാവുന്നതിന് മുൻപ് ഗർഭം ധരിച്ചു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ പോലീസിനെ കുഴിക്കുന്ന സംഭവം ഇരയായിട്ടുള്ള യുവതി അനുകൂലമായി മൊഴി നൽകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് DNA പരിശോധന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നത്. അതിനായി അമ്മയുടെ കുഞ്ഞിന്റെ രക്തസാമ്പിളുകൾ നാളെ പരിശോധിക്കും. പ്രതിപട്ടികയിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്ന അനാഥാലയ നടത്തിപ്പുകാരി, പെൺകുട്ടിയെ പിന്നീട് വിവാഹം കഴിച്ച യുവാവ് എന്നിവർ, ഇവരുടെ മകനായ യുവാവ് എന്നിവർ സ്ഥലത്തു നിന്നും മുങ്ങിയിരിക്കുകയാണ്. അതേസമയം അറസ്റ്റ് കണക്കിലെടുത്തുകൊണ്ട്, മുന്നിൽ കണ്ടുകൊണ്ട് ഇവർ സ്ഥലത്തു നിന്നും മുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് നൽകുന്ന വിവരം.